മേഘ, മഴക്കാലത്തൊന്നും മഴ കൊണ്ട് കൊഴുത്ത ഒരു മൂർക്കം പാമ്പ് ഇന്നും തല പൊക്കിയിട്ടുണ്ട്. അതായത് എന്നെ ഞാൻ നിരപരാധിയാണെന്ന് ഒരുപാട് പറഞ്ഞു, പക്ഷെ ആരും ഇത് ചെവിക്കൊണ്ടില്ല. ഇനി ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഞാൻ പ്രതിയാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റാ എന്നാണ് നമ്മുടെ വടകരയിലെ ജിതിൻ ഭാസ്കർ വെല്ലുവിളിക്കുന്നത്. ഈ വെല്ലുവിളി എന്താ ചെയ്യേണ്ട? നമുക്കിത് ഏറ്റെടുക്കണോ അതോ തന്നെ പൊളിച്ചെടുക്കി കൊടുത്താൽ മതിയോ? അദ്ദേഹം പറയുന്ന വെല്ലുവിളി ഇതാണ്: നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കോൺഗ്രസ്സുകാരുടെയും മറ്റ് എൻ്റെ ബ്രോഡ്കാസ്റ്റിലുള്ള ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 200 പേർക്ക് വേണ്ട 10 പേർക്ക് അയച്ചിട്ടുള്ള ഈ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളതാണ് വെല്ലുവിളി. അദ്ദേഹം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, 18 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നത് സ്വാതന്ത്ര്യ സമരത്തിന് പോരാടിയതുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയതുകൊണ്ടോ പോട്ടെ, പുരുഷന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി പോരാടിയതുകൊണ്ടോ എന്തെങ്കിലും വലിയൊരു കാര്യം ചെയ്തതുകൊണ്ടോ അല്ല. വടകര ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ ഒരു വർഗീയ പ്രശ്നത്തിന് തിരികൊളുത്തിയതിന്റെ പേരിലാണ് നിങ്ങൾ അകത്ത് പോയി കിടക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. വടകരയിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ യുവസിംഹം എന്ന് വിളിക്കാവുന്ന ഷാഫി പറമ്പിലും അതുപോലെ തന്നെ കെ ശൈലജ ടീച്ചറുമാണ്. കെ ശൈലജ ടീച്ചർ മികച്ച ആരോഗ്യമന്ത്രിയായി പലയിടത്തു നിന്നും അവാർഡ് മേടിച്ച, ചിലപ്പോൾ മുഖ്യമന്ത്രിയാകുമെന്ന് എല്ലാവരും കേരളം ഒന്നടങ്കം വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയുമാണ് കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പ്രചാരണ വേളയിൽ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യണം, അത് നമ്മുടെ വിശ്വാസിയാണ്, അല്ലെങ്കിൽ കെ ശൈലജ ടീച്ചർ കാഫിറാണ്, നമ്മുടെ വിശ്വാസത്തിലുള്ള ആളല്ല, ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും ആ പോസ്റ്റർ കാണുമ്പോൾ എന്താണ് തോന്നുക? കോൺഗ്രസ്സുകാർ പടച്ചുവിട്ട ഒരു പോസ്റ്റർ, അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാവും. കോൺഗ്രസ്സുകാർ പടച്ചുവിട്ട ഒരു പോസ്റ്ററാണ്. അപ്പോൾ എന്താണ് ചിന്തിക്കുക? കെ ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ ചെയ്തു. അപ്പോൾ അതൊരു വർഗീയ പരാമർശമായി നിങ്ങൾ പറയുകയല്ലേ? കോൺഗ്രസ്സുകാർ വർഗീയത കാണിക്കാൻ ശ്രമിക്കുകയല്ലേ എന്നൊരു നറേറ്റീവ് ഉണ്ടാകുന്നു. എന്തോ ഭാഗ്യത്തിന് അവിടെ ഒരു വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെടുന്നില്ല. അത് എന്തോ ഭാഗ്യമെന്ന് തന്നെയാണ് പറയേണ്ടത്. ഇതിനുശേഷം എന്താണ്? MSF പ്രവർത്തകനായ കാസിം കുറേയധികം നാൾ വേട്ടയാടപ്പെടുകയാണ്. അദ്ദേഹമാണ് ഈ പോസ്റ്റർ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് കുറേയധികം നാൾ വേട്ടയാടപ്പെട്ടതിന് ശേഷമാണ് ഒരു സമയത്ത് കൃത്യമായ വാർത്തകൾ പുറത്തു വരുന്നത്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഇതിന് പിന്നിലുള്ളത് ഇടത് പ്രവർത്തകർ തന്നെയാണ് എന്നുള്ള വാർത്ത. അന്ന് വളരെ ഞെട്ടലോടെയാണ് പലരും ഇത് കേട്ടത്. പക്ഷെ അന്ന് മുതൽ മുസ്ലിം ലീഗ് കൃത്യമായ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ഇത് മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നോ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു പ്രവണതയല്ല, ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ അന്വേഷണം നടക്കുകയും ഈ വെച്ച വെടി ഇടത് പാളയത്തിൽ തന്നെ വന്ന് വീഴുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എന്താണ്? റിബേഷ് അറസ്റ്റിലാകുന്നു, അതിനുശേഷം ജിതിൻ ഭാസ്കർ അറസ്റ്റിലാകുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, വർഗീയ പരാമർശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണം നടത്താൻ നിങ്ങൾ ശ്രമിച്ചതിന്റെ ഭാഗമായി ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ MSF പ്രവർത്തകൻ പൂർണ്ണമായി കുറ്റവിമുക്തനായി പുറത്തു നിൽക്കുകയാണ്. ഇനി അകത്തുള്ളത് ഇടത് പ്രവർത്തകരാണ്. ഇനിയുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഇത് ആര് പറഞ്ഞിട്ടുണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ജിതിൻ ഭാസ്കറിന്റെ ഫോണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കൃത്യമായ തെളിവുകൾ പുറത്തു വരും. നിങ്ങൾ ഈ വെല്ലുവിളിക്കുന്നത് പോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 ദിവസം മുൻപ് ജാമ്യത്തിലിറങ്ങിയ, 18 ദിവസം ജയിലിൽ കിടന്നിട്ട് ജാമ്യത്തിലിറങ്ങിയ ഒരു വ്യക്തി വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ കുറ്റവിമുക്തനായി പുറത്തു വന്നതല്ല, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ട് പുറത്തുവിട്ടതല്ല, കൃത്യമായ ജാമ്യ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു പോകാൻ അനുവദിച്ചതാണ്. സ്റ്റേഷൻ പരിധി വിടാൻ നിങ്ങൾക്ക് അനുവാദമില്ല. ആഴ്ചയിൽ 2 ദിവസം കൂടുമ്പോൾ ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹാജരാകണം. അതുപോലെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള പോസ്റ്റുകളോ ഉണ്ടാകാൻ പാടില്ല എന്ന് ജാമ്യവ്യവസ്ഥയിലുണ്ട്. അതുമാത്രമല്ല പാർട്ടിയിൽ നിന്ന് ശക്തമായ നിർദ്ദേശമുണ്ട്. പക്ഷെ ആ ശക്തമായ നിർദ്ദേശത്തെ ജിതിൻ ഭാസ്കർ എന്താ കരുതിയിരിക്കുന്നത്? ഒന്ന് ഓക്കെയാണ്, ഇനി നമ്മളെ ആരും തൊടാനില്ല, നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണെന്നുള്ള ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തിലാണ് ഈ ഒരു ജിതിൻ ഭാസ്കർ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിന്റെ പേരിൽ തന്നെ ഒരു പക്ഷേ ജാമ്യം റദ്ദാവാനും സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ ഒരു കാഫർ സ്ക്രീൻഷോട്ടിന്റെ അന്വേഷണം നടന്നിരുന്നു. ആ സമയത്ത് DYFI നേതാവായ റിബേഷ് രാമകൃഷ്ണനിലാണ് അന്വേഷണം എത്തി നിന്ന് അവസാനം അവിടെ നിന്ന് സ്റ്റോപ്പ് ആയത്.
പിന്നീട് ഈ ഒരു 2026 അധികാരം മാറുകയും ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യുമ്പോഴാണ് ജിതിൻ ഭാസ്കർ ഈ ഒരു പിക്ചറിലേക്ക് തന്നെ കയറി വരുന്നത്. അപ്പോഴൊന്നും ആർക്കും ആരും മനസ്സിൽ പോലും ചിന്തിച്ചിരുന്നില്ല ഇതുപോലൊരു നേതാവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു അല്ലെങ്കിൽ ഇതുപോലെ സ്ക്രീൻഷോട്ട് ഇത്ര ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ ഇത്ര ആൾക്കാരിലേക്കോ ഷെയർ ചെയ്തത് DYFI നേതാവ് തന്നെ ആയിരിക്കുമെന്ന് ഒരാളും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അപ്പോഴൊന്നും ഈ ഒരു രാഷ്ട്രീയ പ്രേരിതമാണെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ കയ്യിലുണ്ടെന്നോ ഒന്നും ആരും ഉന്നയിച്ചിരുന്നില്ലല്ലോ. പിന്നെ പ്രതിപ്പട്ടികൾ താൻ ഉൾപ്പെടും എന്ന ഒരു സമയത്ത് പെട്ടെന്നൊരു ദിവസം ഈ ഒരു ഫോൺ റീസെറ്റ് ചെയ്തിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കയ്യിലേക്ക് കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ജിതിൻ ഭാസ്കറിന്റെ അടുത്ത് എന്തുകൊണ്ട് ഫോൺ റീസെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുണ്ടോ? ഇല്ല. ഇപ്പോൾ നമ്മൾ വെറുതെ ഒന്നും നമ്മുടെ ഫോണൊന്നും റീസെറ്റ് ചെയ്യില്ലോ, കാരണം അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ റീസെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഫോണിൽ വൈറസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവണം. ഇപ്പോൾ ജില്ലാ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു, അതിൽ നിന്ന് മനസ്സിലായി ഇതിലൊരു മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ട്. എന്താണ് മാനിപ്പുലേഷൻ നടത്തിയിട്ടുള്ളതെന്ന് സ്റ്റേറ്റ് ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. അതിന്റെ ഫർദർ ഡീറ്റെയിൽസ് വന്നാൽ ഈ ജാമ്യം റദ്ദാക്കി അടുത്ത ദിവസം തന്നെ അകത്തേക്കിടാനും വകുപ്പുകളുണ്ട്. അപ്പോൾ ജിതിൻ ഭാസ്കർ ഒന്ന് ആലോചിക്കണം, താൻ കേസിൽ നിന്ന് കുറ്റവിമുക്തനായതല്ല, ഏതാനും നിബന്ധനകൾ പ്രകാരം ജാമ്യത്തിന്റെ ബലത്തിൽ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ അതിന്റെ രീതിയിൽ നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അതെ, ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ഈ പറഞ്ഞ ജിതിൻ ഭാസ്കർ ആണെന്നുള്ളതിനെ പറ്റി കൺഫർമേഷൻ ആയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് ഉറപ്പാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നത് പോലെ ഒരു തെളിവുമില്ല, ഈ പറഞ്ഞ 10 പേരുടെയെങ്കിലും സ്ക്രീൻഷോട്ട് ഉണ്ടെന്ന് നിങ്ങൾ കാണിക്കുന്നൊക്കെ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ MSF പ്രവർത്തകൻ ഇത്രയും ദിവസം അകത്ത് ലൈക്ക് കുറ്റാരോപിതനായിരുന്നു, നിങ്ങളും കുറ്റാരോപിതനായിരിക്കണം എന്ന് ഇവിടെ ആർക്കും വാശിയില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്, അത് ചെയ്യുക തന്നെ വേണം. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇതിന് പിന്നിൽ KK ശൈലജ ടീച്ചർ, അതുപോലെ തന്നെ MP ഗോവിന്ദൻ, ഇവരുടെ എല്ലാം മൗന അനുവാദം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവ ആരുടെ ഐഡിയ ആയിരുന്നു എന്നതിനെ പറ്റിയൊക്കെ ഒരു കൃത്യമായ ഒരു ഗ്രാഹ്യം പൊതുജനം ആവശ്യപ്പെടുന്നുണ്ട്. അതെനിക്ക് ഒന്ന് പൊതുജനം അർഹിക്കുന്നുമുണ്ട്. കാരണം വടകരയിൽ ഒരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുത്തേനെ? ഇതൊരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ജനത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യാനുള്ള അവകാശം ജനത്തിനുണ്ട്. അതിൽ വർഗീയത കുത്തി നിറയ്ക്കുന്നത് കൊണ്ട് ആർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്? അവിടെ ഒന്നുകിൽ ഷാഫി പറമ്പിൽ ജയിക്കും, അല്ലെങ്കിൽ KK ശൈലജ ടീച്ചർ ജയിക്കും. അവിടെ ഒരാൾ തോൽക്കുകയും 1-2 പേർ തോൽക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇത് ഒരു നാടിന്റെ അവസാനമാക്കി തീർക്കാൻ ശ്രമിക്കുന്നതിൽ സ്വാർത്ഥ താല്പര്യങ്ങളില്ലേ? നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ആയിരിക്കാം ഇത് ചെയ്തത്, ആര് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും. പക്ഷെ അതൊരു മോശം പ്രവണതയും ഒരു മോശം മാതൃകയുമായിരുന്നു. അത് ഒരിക്കലും മുന്നോട്ടുള്ള വഴിയിലാണെങ്കിൽ പോലും, ഇനിയുള്ള കാലഘട്ടത്തിലാണെങ്കിൽ പോലും അത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പേരാമ്പ്രയിൽ തെഹലിയക്കെതിരെ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നു. അതായത് അനൗൺസ്മെന്റ് ഉണ്ടാകുന്നു, ഈ ഒരു പരാമർശം നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള അനൗൺസ്മെന്റ് ഉണ്ടാകുന്നു. അപ്പോൾ വിചാരിക്കുന്നു കോൺഗ്രസ്സുകാർ ഇങ്ങനെ ചെയ്തു, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ഇതുണ്ടാകുന്നു എന്നൊക്കെ വിചാരിച്ചുവെങ്കിലും പിന്നീട് എവിടെ നിന്നാണ് ഇത് പുറപ്പെട്ടത് എന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പല മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ പലരും എടുത്തിട്ടുണ്ടാകാമെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള സംശയം എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിന്ന് കാഫിർ സ്ക്രീൻഷോട്ടിൽ നിന്ന് ഇടതുപാളയത്തിന് ഒരു പങ്കുമില്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നിങ്ങളിലേക്ക് പല സംശയവിനകളും വരാതിരിക്കാൻ പലരും ശ്രദ്ധിക്കും. എന്തായാലും സത്യം പുറത്തു വരട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്.